എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS മെയിൻ എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LGS മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 60 ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിന്നും ഒത്തിരി ചോദ്യങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് പഠിച്ചവരെല്ലാം അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി കാരക്കോറമാണ്. ഓക്കെ, ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദി ഓപ്ഷൻ സി ആണ്, സത്ലജ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ തെന്മലയാണ്. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ചൗരി ചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 41. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കരിമ്പുൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ശരി. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഓപ്ഷൻ എ റാണിഗഞ്ച്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. അടുത്ത ചോദ്യം നോക്കുക, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS ആണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 4A ആണ്. ഓക്കെ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി. സുപ്രീം കോടതി, ഹൈക്കോടതി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. കാരക്കോറം നമ്മൾ പറഞ്ഞതാണ്, സിന്ധു നദി നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്തത് നോക്കുക, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? ഓപ്ഷൻ ബി നീൽ ദർപ്പൺ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ഡി ഓം ബിർള. താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ജ്യോതിബ ഫൂലെ. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? ലാല ലജ്പത് റായ്. നമ്മൾ കോഡൊക്കെ ഉപയോഗിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലേ. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21A ആണ്. ഇതും നമ്മൾ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ
ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഓപ്ഷൻ സി മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ ചമ്പാരൻ നീലം കർഷകരുടെ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധമില്ലാത്തത് ഏവ? ഓക്കെ, രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. അതായത് ഒഡീഷയിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇനി താഴെ പറയുന്നവരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണ്? സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. ഓക്കെ, 1ഉം 3ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇവിടെ 1909 ഈ നിയമം നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ്. 1919 നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരി. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി പ്രാഥമിക മേഖലയിലും തൃതീയ മേഖലയിലുമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതിനെയാണ്? ഓപ്ഷൻ ബി ആണ്, സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജനയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കേരളമാണ്. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ സേവന മേഖലയാണ്. തെറ്റായ ജോഡി ഏത്? ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ആദ്യത്തെ ജോഡിയാണ്. അതായത് തിരയും ചുഴിയും സച്ചിദാനന്ദൻ എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, ശരിയായ ക്രമം ഏത്? ഓക്കെ, ഇപ്പൊ 45ാമത്തെ ചോദ്യമാണ്. ശരിയായ ക്രമം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 1024 കിലോബൈറ്റ്, ദെൻ 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ്, 1 ജിഗാബൈറ്റ്, ദെൻ ജിഗാബൈറ്റ്, ടിഗാബൈറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നുള്ള ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക, ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 47ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ്. ഇനി ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഓപ്ഷൻ ബി ഭരതനാട്യം. ആദ്യകാലത്ത് മിന്റേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഓപ്ഷൻ സി വോളിബോൾ ആണ്. പത്മശ്രീ 2021 ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആദിവാസികൾക്കായി ആതുര സേവനം എന്ന് പറയുന്ന മേഖലയിലാണ്. ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ഫസ്റ്റ് ബെൽ 2.0 ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഇനാമൽ. ഇതും നമ്മൾ പല്ലിന്റെ ഭാഗത്ത് പറഞ്ഞതായിരുന്നു അല്ലെ.
അടുത്തത് ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടീനിന്റെ കുറവാണ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏതാണ്? ഓപ്ഷൻ ബി നെല്ലാണ്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരി. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ചൈനയാണ്. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ഓപ്ഷൻ എ ആണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏത് തരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ദെൻ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ഫലമാണ് ഓപ്ഷൻ എ ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? പ്രൊപ്പൈനും ബ്യൂട്ടൈനും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏതാണ്? ഓപ്ഷൻ ബി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏതാണ്? എൻവിഷൻ ആണ്. ഓപ്ഷൻ എ ആണ്. ലണ്ടൻ ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹയായ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി മംഗദെച്ചു ജലവൈദ്യുത പദ്ധതിയാണ്. അടുത്തത് ജലജന്യ രോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 എന്നിവയാണ്. ഓക്കെ, 1, 2, 4. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ 2 എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ORS ആണ്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് കേട്ടോ. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനം. ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ്? ഓപ്ഷൻ ബി pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഏതാണ്? ഓപ്ഷൻ ബി പേനാണ്. അശ്വമേധം പ്രചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. സാന്ത്വന പരിചരണം നൽകുന്നു. ഓക്കെ, ആർക്കാണ് സാന്ത്വന പരിചരണം നൽകുന്നത്? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ പ്രമേഹം എന്ന് പറയുന്നത്. വിറ്റമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? ഓപ്ഷൻ സി നിശാന്തതയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആണ്. ഇതൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവയാണ്. ഓക്കെ, 1, 2. ഓപ്ഷൻ എ ആണ് ആൻസർ. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി സിക്കയാണ്. ഓക്കെ, സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗനിയന്ത്രണം. അടുത്തത് മാത്സ് ആണ്. 81ാമത്തെ ചോദ്യം. 2 + 2 × 2 + 2 ബ്രാക്കറ്റിൽ 2 - 2 + -2. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 4 ആണ് കേട്ടോ. ഓപ്ഷൻ ബി. 2, 5, 9 എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 82ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 9 ആണ്. അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 73 ആണ്. അടുത്ത ചോദ്യം നോക്കുക. 84ാമത്തെ a = x² + 2y b = 2x² + 4y ആയാൽ a + b / 3യുടെ വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 14 × 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ പറ്റിയാൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അടുത്തത് 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാം? എത്രയാണ്? ഓപ്ഷൻ എ ആണ് 24 എന്നുള്ളതാണ് ആൻസർ.
അടുത്തത് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയത് ഒരു കോഡ് ഭാഷയിൽ എന്ന് തന്നിട്ടുള്ള ആ ചോദ്യം 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. അടുത്തത് 88ാമത്തെ ചോദ്യം, ഡിയുടെ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ വർഗമാണ്. 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ 5 മടങ്ങായിരിക്കും. എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ്? 88ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 എന്നുള്ളതാണ് ഉത്തരം. അടുത്ത 89ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 100ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 3 മടങ്ങും 10ന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിന്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണ്. എങ്കിൽ സംഖ്യ ഏതാണ്? 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ്, 642 ആണ് ഉത്തരം. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ, പി പ്ലസ് ക്യൂ എന്നത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ് എന്നാണ്. പി ഇൻറ്റു ക്യൂ എന്നത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നതാണ്. പി മൈനസ് ക്യൂ എന്നത് പി ക്യൂ എന്നിവർ സഹോദരങ്ങളാണ്. എന്നാൽ ഇയുടെ മുത്തച്ഛനാണ് എഫ് എന്ന് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് 90ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു എഫ് എന്നുള്ളതാണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 91, -1 + 5 - 2 + 4 - 3 + 3 - 4 + 2 = 91. ഓപ്ഷൻ എ ആണ്, 4 ആണ് ആൻസർ. മണിക്കൂറിൽ 64 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 92ാമത്തെ ചോദ്യമാണ്, ഓപ്ഷൻ ഡി ആണ്, 143 കിലോമീറ്റർ. ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗം കണ്ടപ്പോൾ 100 കിട്ടി. സംഖ്യ എത്രയാണ്? 93ാമത്തെ ചോദ്യമാണ്, ഓപ്ഷൻ ബി ആണ്, 100 ആണ് ആൻസർ. പെട്രോളിന്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അയക്കുന്ന ഒരു വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം? 94ാമത്തെ ചോദ്യമാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 10 എന്നുള്ളതാണ്. അടുത്ത 95ാമത്തെ, 1/8 + 1/16 + 1/32. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 7/32. അടുത്ത ചോദ്യം 96, 6/8 × 4/5 + 4/10 എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 1 ആണ് ആൻസർ. 97, 0.01, 0.010, 0.0101, 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണ്? 97 ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത്, ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പു കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, 2 ആണ് ആൻസർ. അടുത്തത് 99, 7.2 - 3.03 - 2.002 എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, 2.168. 100ാമത്തെ ചോദ്യം, ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 23 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി എത്രയാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, 26 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല, ഒരുവിധം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ LGS മെയിൻസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 60 ടോപ്പിക്സ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് വന്നിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫീൽഡ് വർക്കർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്